ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ 65 വളരെ പെട്ടെന്ന് തന്നെ നമുക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ രുചിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം. ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. കഴുകി വൃത്തിയാക്കിയെടുത്ത ചെറിയ കഷ്ണങ്ങളാക്കിയ 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തത്. ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് പുളിയില്ലാത്ത തൈരാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ തൈര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കാം. അതിനുശേഷം ബാക്കി മസാലകൾ ചേർത്താൽ മതി. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടി 1 ടീസ്പൂൺ മതിയാവും. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ചേർത്താലും മതി. ഞാനിവിടെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെച്ച് പിന്നീട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ പൊരിച്ചെടുക്കുന്ന സമയത്ത് ചേർത്താൽ മതി. ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ മസാലകളൊന്നും ചിക്കനിലേക്ക് പിടിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് അവസാനം ചേർത്തത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കണം. അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ 65 ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ 65 റെസിപ്പിയാണിത്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.